ജീവിതത്തിൽ വിജയിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് പ്രൊഫഷനിലോ ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, വലിയ രീതിയിലുള്ള ഗ്രോത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും എല്ലാം അവൈലബിൾ ആണ്. എന്നാൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന 90 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഒന്ന്, നിങ്ങളുടെ മേഖലയായിട്ട് ബന്ധമുള്ള ഒരാളെ നിങ്ങളൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണറായിട്ട് സെലക്ട് ചെയ്യുക. ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന മുതലുള്ള കാര്യങ്ങൾ, വൈകിട്ട് കിടക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അദ്ദേഹത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് 10 പേരെ പേഴ്സണലി മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓൺലൈനിൽ മീറ്റ് ചെയ്തു, നിങ്ങളുടെ പ്രോഡക്ട്സിനെ കുറിച്ച് ഷെയർ ചെയ്തു. അതിൽ എത്ര പേരാണ് പർച്ചേസ് ചെയ്തത്, എത്ര പേരാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്, ഇത് ഡോക്യുമെൻ്റ് ചെയ്യുക. എത്ര പേര് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അത് ഡോക്യുമെൻ്റ് ചെയ്യുക. ഏതൊക്കെ രീതിയിലുള്ള പ്രൊമോഷൻസാണ് നിങ്ങൾ ആ പ്രോഡക്റ്റിന് വേണ്ടി ഡെയിലി ബേസിസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമർ എൻഗേജ്മെൻറ്റ് എത്രമാത്രമുണ്ട്, എത്രമാത്രം നിങ്ങൾ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡെയിലി അപ്ഗ്രേഡ് ചെയ്യുന്നു, അതായത് നോളജ് എത്രമാത്രം നിങ്ങൾ ഡെയിലി ബേസിസിൽ സമ്പാദിക്കുന്നു. അങ്ങനെ A to Z കാര്യങ്ങൾ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി സിസ്റ്റം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണറുമായിട്ട് എല്ലാ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഷീറ്റ്, ഗൂഗിൾ ഷീറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഡെയിലി ബേസിസിൽ ഇവാലുവേറ്റ് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ്, ഒരു കാരണവശാലും ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, എല്ലാവരും ആക്ഷനെക്കുറിച്ച് പറയാറുണ്ട്, എന്നാൽ 99% ആളുകളും ആക്ഷൻ എടുക്കാറില്ല. വളരെ ആവേശത്തോടുകൂടി അവർ സംസാരിക്കാറുണ്ട്, എന്നാൽ ആക്ഷനിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള എക്സ്ക്യൂസ്, ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കുകയില്ല. അവരുടെ വിജയം എന്ന് പറയുന്നത് ഒരു ഒരു അകലെ നിന്ന് അവർക്കിങ്ങനെ നോക്കിക്കാണാം, ഞാൻ നാളെ വിജയിക്കും എന്നുള്ളൊരു ചിന്ത മാത്രമേ അവർക്കുണ്ടാവുകയുള്ളൂ. മറിച്ച് ഇന്ന് തന്നെ ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസീവ് സക്സസ് നിങ്ങളെ തേടിയെത്തും.